യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തെ ആസ്പദമാക്കി ലോത്തുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആത്മീകമായ ആഴമുള്ള വിഷയങ്ങൾ ഈ വേദഭാഗത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എങ്ങനെ ഇടപെടുന്നു എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ദൂതന്മാർ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ എന്ന് ദൂതന്മാർ ചോദിക്കുകയുണ്ടായി. മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ എന്ന് ചോദിച്ചപ്പോൾ ലോത്ത് തൻ്റെ മരുമക്കളുടെ അടുക്കലേക്ക് ചെന്ന് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ കളി പറയുന്നു എന്ന്, അല്ലെങ്കിൽ തമാശ പറയുന്നു എന്ന് അവർ പ്രതികരിക്കുകയുണ്ടായി. ആ വിഷയം സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ആ സംസാരത്തിൽ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു, ലോത്ത് കളി പറയുന്നു എന്ന് മരുമകൾക്ക് തോന്നുവാൻ കാരണം ലോത്ത് എപ്രകാരം ആ സോദോമിൽ ജീവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക വാക്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്നും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അവർ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത വരവിനെക്കുറിച്ചും അവർ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഇത് കളിയായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ തമാശയായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ യാതൊരു ബോധവുമില്ലാതെ സംസാരിക്കുന്നു. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു പ്രവണത ചരിത്ര കാലം മുതൽ തന്നെ ഉണ്ട് എന്നുള്ളത്. നോഹ പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ അവനെ ഒരു ഭ്രാന്തൻ എന്നോണമാണ് കണ്ടത്. അതുപോലെ തന്നെ അനേക ദൈവദാസന്മാർ പ്രസംഗിച്ചപ്പോൾ അപ്രകാരം സംഭവിച്ചിട്ടുണ്ട്. പൗലോസ് പ്രസംഗിച്ചപ്പോൾ പൗലോസിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച അധികാരികളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യത്തിൽ എപ്പിക്യൂര്യരും സ്തോയിക്കരും ആയ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഓരോരുത്തരും തന്നെ ദൈവവചനത്തെ മറിച്ചു കളയുന്നത്. അങ്ങനെ മറിച്ചു കളയുന്നതായ അനേക ആളുകൾ ഈ സൊദോം ഗൊമോറയിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ ലോത്തിൻ്റെ മരുമക്കളെക്കുറിച്ചുള്ള ഒരു റെക്കോർഡാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ലോത്ത് ഒരിക്കലും പാപത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. അതേപോലെ തന്നെ പാപത്തെ പാപമായി കാണാൻ അവന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല. അവർ പ്രതീക്ഷിക്കുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ലോത്ത് പറയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തു പറഞ്ഞാലും ഒരു തമാശയായിട്ട് മാത്രമേ ഇവർക്ക് തോന്നുകയുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ പ്രസംഗിക്കുന്നത് ആളുകൾ ഗൗരവമായി എടുക്കത്തക്കവണ്ണം നമ്മൾ ഏത് കാര്യം പ്രസംഗിക്കുന്നുവോ അതിനോട് നീതി പുലർത്തുന്നവരായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതായിരുന്നു ഈ ലോത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ നേരിടുന്നതായ പല കാര്യങ്ങൾക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സൂചകമാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ, ദൂതന്മാർ ചെയ്യുന്നതായ ഒരു പ്രവൃത്തി. അവർ എന്തു ചെയ്യുന്നു? ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി. ഇത് ഒരു സുവിശേഷ പ്രവർത്തനം എന്ന പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ ചെയ്യുന്നതായ ഒരു കാര്യമായിരുന്നു അന്ന് ദൂതന്മാർ ചെയ്തത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ആളുകളെ നമ്മൾ ഈ ദൂതന്മാരെ പോലെ ബന്ധപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ തിടുക്കം കാണിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവർ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എതിർപദം അവിടെ പ്രതീക്ഷിക്കാം. ലോത്ത് ഒരിക്കലും ബന്ധപ്പെടുന്നവനായിരുന്നില്ല. അവൻ വളരെയധികം സാവധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്നവനായിരുന്നു. അതിനർത്ഥം ഗൗരവമായി ഈ കാര്യങ്ങളെ കാണാൻ ലോത്തിന് അപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്ന് ആത്മീയമായ വിഷയങ്ങളിൽ ആളുകൾ ഇപ്രകാരമുള്ള അലംഭാവം കാണിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് അവരുടെ ആത്മീയ കാര്യങ്ങളിലുള്ള ഒരു അളവുകോൽ തന്നെയാണ്.
അതായത് അവർ ഉറങ്ങിയിരിക്കുന്നു, മയങ്ങിയിരിക്കുന്നു. അവർക്ക് ഈ വചനത്തോടുള്ള ആ ഗൗരവം എത്രയാണെന്ന് അവരുടെ ആ അവധാനത കാണിക്കുകയാണ്. ലോത്തിന് അതുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവവചനത്തിൽ എപ്പോഴും ദൈവദാസന്മാർ ഈ ഉണരേണ്ടതിൻ്റെ പ്രാധാന്യത വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ് എഴുതുന്ന ലേഖനത്തിൽ വളരെ വ്യക്തമായി ഈ ഉണർന്നിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതേ 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഈ നിർമ്മതരായിരിപ്പീൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ ശാന്ത മനസ്സോടുകൂടെ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ശാന്ത മനസ്സ്, നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ശാന്തമായ മനസ്സില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് വളരെയധികം കലങ്ങി നിൽക്കുന്നതായ അനുഭവങ്ങളാണ്. അതെ, മാർത്തയെ നോക്കി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, മാർത്തയെ, നീ പലതിനെയും ചൊല്ലിയും മനസ്സ് കലങ്ങിയിരിക്കുന്നു, വേണ്ടു അല്ല അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വ്യക്തമായും നമ്മളോട് പറയുന്ന കാര്യം, നമുക്ക് ശാന്തമായൊരു മനസ്സുണ്ടായിരിക്കണം. അതെ, ആ ശാന്തമായ മനസ്സ് ജാഗ്രതയുള്ള ഒരു മനസ്സായിരിക്കണം. അങ്ങനെ ജാഗ്രതയുള്ള മനസ്സുള്ളവർക്ക് ഉണർന്നിരിക്കുവാൻ സാധിക്കും. ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എല്ലാത്തിനെയും വളരെ ജാഗ്രതയോടുകൂടെ വീക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അറിയാതിരിക്കരുത്. നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി അവയെ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർവചിക്കുവാനും അതേ ദൈവത്തിന് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതേ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. ഇവിടെ താൻ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അലാം എന്താണ്? പിശാച്, നമ്മുടെ പ്രതിയോഗിയായ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് അവൻ നോക്കുന്നുണ്ട്, ഞാൻ ആരെയാണ് വിഴുങ്ങേണ്ടത്. ഇവിടെ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ, അവൻ്റെ ആളത്വത്തെ, അതേ അവൻ്റെ ദേഹത്തെ, ദേഹിയെ, ആത്മാവിനെ പൂർണ്ണമായിട്ടും അപ്രസക്തമാക്കി കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൻ ചുറ്റും നടക്കുന്നതായ അനുഭവങ്ങളുണ്ട്. ഇന്ന് പലരും അറിയുന്നില്ല. പലരും ചിന്തിക്കുന്നത് പല ദൈവദാസന്മാരോ അല്ലെങ്കിൽ പല വിശ്വാസികളോ അവർ വിശ്വാസത്തിൽ നിന്നും വീണു പോകുന്നു, അല്ലെങ്കിൽ അവർ ആരോപണങ്ങൾ നേരിടുന്നു. ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ അവരെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇന്ന് അനേകരെ വിഴുങ്ങിക്കളയുന്ന പിശാചുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമ്മൾ നിർമ്മതരായിരിക്കണം, ശാന്ത മനസ്സോടുകൂടെ ആയിരിക്കണം. അടുത്തത്, നമ്മൾ ഉണർന്നിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വാസ്തവത്തിൽ ലോത്തിൽ നിന്നും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഈ ദൂതന്മാർ പറഞ്ഞതായ വാണിംഗ് കേട്ടിട്ട് പോലും, മുന്നറിയിപ്പ് കേട്ടിട്ട് പോലും അത് ലോത്തിന് ശാന്തമായിരിക്കുവാനോ ഉണർന്നിരിക്കുവാനോ കഴിയാതെ അവൻ വളരെയധികം അലസനായി പോയെന്നതായ അനുഭവമുണ്ട്. അവൻ കേട്ടതായ ആ സന്ദേശത്തിന് ശരിയായിട്ടുള്ള ഗൗരവം കൊടുക്കാതെ ഇരിക്കുന്ന അനുഭവത്തിൽ അവനായിരിക്കുമ്പോൾ ദൂതന്മാർ അവനെ ബന്ധപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവർ പറഞ്ഞു, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. നോക്കൂ, ഇവിടെ അനർത്ഥം വരാൻ പോകുകയാണ്. അതേ, ഈ അകൃത്യത്തിൽ നിങ്ങൾ നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പട്ടണം വിട്ടുപോയേ മതിയാവുകയുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ഈ ലോകം ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തെ വിടുവാനുള്ളതായ ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ലോകത്തെയും അതിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, ലോകത്തെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ലോകത്തെ സ്നേഹിച്ചാൽ പ്രശ്നം ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തെ സ്നേഹിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ആ അകൃത്യത്തിന് ലഭിക്കുന്ന ശിക്ഷയോടുകൂടെ നമ്മൾ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകാതിരിപ്പാൻ അത് എപ്പോഴും ഈ ലോകത്തെ വിട്ട് ഓടുവാനുള്ളതായ, പാപത്തെ വിട്ട് ഓടുവാനുള്ളതായ, പാപത്തെ വിട്ട് ഒഴിയുവാനുള്ളതായ ഒരു മനസ്സോടുകൂടെ നമുക്ക് ആയിരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് തക്ക സമയത്ത് അത് ഈ ദൂതന്മാർ തരുന്നതായ ആ ഒരു ബന്ധപ്പെടുത്തൽ അത് അനുഭവിച്ചുകൊണ്ട് ഈ നാശപട്ടണം വിട്ട് ഓടിപ്പോകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുതെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതേ, കർത്താവ് യേശുക്രിസ്തുവിനേക്കാൾ ഉപരി നമ്മൾ മറ്റുള്ളവയെ സ്നേഹിക്കാൻ പാടില്ല.
കർത്താവ് യേശുക്രിസ്തുവായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത്. അതെ, ലോത്തിന് അതില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുവാൻ ദൈവം നമ്മളെ ഈ വചനത്തിലൂടെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ഒരു ബന്ധപ്പെടുന്നതായ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തെ വളരെ ഗൗരവമായി കാണാനും അതിനനുസരിച്ച് കർത്താവെ ഈ ലോകത്തിനോടുള്ള ഞങ്ങളുടെ സമീപനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാൻ, അതേ ലോകത്തിന് കടന്നു വരുന്നതായ നാശത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതെ വണ്ണം കർത്താവെ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.